ഇതിൻ്റെ മൈലേജ് കാണിക്കലാണ്. സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ട് എടുക്കണേട്ടാ. ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും, ചെറിയ വണ്ടി ആയിട്ട് തോന്നും. അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷെ എന്നോട് അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അങ്ങനെ സമയം രാവിലെ 6 മണി. നമുക്ക് നമ്മുടെ പുതിയ എക്സ്പൾസ് 210 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെഗാ മോട്ടോഴ്സിൽ വണ്ടി വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 10,000 രൂപയാണ് ബുക്കിംഗ് ചാർജ്. ഓൺ റോഡ് പ്രൈസ് തന്നെ 2,29,000 രൂപയാണ്. അതുകൂടാണ്ട് നമ്മുടെ സ്വന്തം എക്സ്പൾസ് 200 ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം എടുത്ത ഒരു എക്സ്പൾസ് 200 കുറച്ച് മോഡൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ 210ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ അതോ 200 എടുക്കണോ എന്നുള്ള കാര്യം. 200 ഓണർ ആണെങ്കിൽ 210 അപ്ഗ്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ 200 എടുക്കണോ, അല്ലെങ്കിൽ 210 എടുക്കണോ, ഇത് എന്ത് എടുക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും പുതിയ എക്സ്പൾസ് 210 ആൻഡ് കുറച്ച് പഴയതായ എക്സ്പൾസ് 200. പക്ഷേ ഇതിപ്പോഴും പ്രൊഡക്ഷനിലുണ്ട്, വണ്ടികൾ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് പ്രൈസിലേക്കാണ് അവൈലബിൾ ആക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സ്പെക്സിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു 199cc ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇതിന് പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് 19 PS ആൻഡ് 17.5 Nm ഓഫ് ടോർക്കാണ്. ഇത് ഏറ്റവും പുതിയ കരിഷ്മയുടെ എഞ്ചിൻ അല്ലെ XMRൻ്റെ എഞ്ചിൻ വെച്ചിട്ട് സ്പ്രോക്കറ്റ് സൈസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു 210 അവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ എന്നാന്ന് വെച്ചാൽ ഒരു 24.5 PS ആൻഡ് ഒരു 20.5 Nm 7 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ സംസാരിക്കാം. ഇതിൽ വന്ന സ്പെഷ്യൽ ഫീച്ചറാണ് ഗ്രാബ്. നമുക്ക് വലിച്ച് ഇറക്കാൻ പറ്റിയ ഒരു ഗ്രാബാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ഹെഡ് ലാമ്പ്സ് ഇത് പഴയ ഹെഡ് ലാമ്പാണ്, ബട്ട് പുതിയ എക്സ്പൾസ് 200 ഇതേപോലത്തെ ഒരു ഹെഡ് ലാമ്പാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതിന് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ്. LED ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ പുതിയ 200 അപ്പോഴും വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷനിൽ ട്രാവൽ കൂടുതലാന്നേ ഉള്ളൂ. സസ്പെൻഷൻ സൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആൻഡ് ഫ്രണ്ട് ടയേഴ്സ് ആയാലും 21 276 mm ഡിസ്ക് ആണ്. ഡിസ്ക് വേണേൽ കുറച്ച് ഇമ്പ്രൂവ് കുറച്ച് വലുത് കൊടുക്കായിരുന്നു ഫോർ ദ 210, ബട്ട് സെയിം ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഈ രണ്ട് വണ്ടിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇത് സിംഗിൾ ചാനൽ ABS ആണെങ്കിൽ 210 ഡുവൽ ചാനൽ ABS ആണ്. ഇതിന്റെ ഓയിൽ കൂൾഡ് അല്ല, ഇത് ലിക്വിഡ് കൂൾഡ് ആണ്. റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓയിൽ കൂൾഡ് ആണ്. അപ്പോൾ അതാണ് ഇതിൽ വന്ന ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ വ്യത്യാസങ്ങൾ. കുറച്ചും കൂടെ സൈസ് തോന്നിക്കും 210. ഇത് എക്സ്പൾസ് 200 ആണെങ്കിൽ 210 കുറച്ചും കൂടെ സൈസ് ഉണ്ട്. കയറി ഇരിക്കുമ്പോഴായാലും ആ ഒരു സൈസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സൈഡിലോട്ട് നോക്കാൻ പോയാൽ എക്സോസ്റ്റ് അല്ലേ, ഇതിനും ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ആണ്, അതിനും ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റ് ആണ്. ആ എക്സോസ്റ്റ് ഒക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇത് നോർമൽ സീറ്റാണ് ഞാൻ അതിൽ വെച്ചേക്കണത്. അതിലും ഇപ്പോൾ നോർമൽ പ്രോ വേരിയൻ്റ് ആണ്, പക്ഷേ നോർമൽ സീറ്റ് തന്നെയാണ് അതിലും അവർ വെച്ചിരിക്കുന്നത്. ബോക്സ് ടൈപ്പ് സിംഗാം. റിയറിലെ ഡിസ്ക് ബ്രേക്കും 220 ആണ്. അതിൻ്റെയും 220 mm ആണ് റിയറിലെ ഡിസ്ക് ബ്രേക്ക് നോക്കാൻ പോയട്ടോ. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷനാണ് ഏറ്റവും അടിപൊളി. ഇതിന് നോർമൽ ഡയറക്റ്റ് സ്വിംഗാമിലേക്കാണ് കൊടുത്തേക്കെങ്കിൽ ഇതിന് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് കേട്ടോ. ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് കൊടുത്തേക്കണേ. അത് ഭയങ്കര വ്യത്യാസമാണ് കംഫർട്ടിൻ്റെ കാര്യം. ഹിമാലയൻ എപ്പോഴും ടോപ്പായി നിന്നത് ആ ഒരു സസ്പെൻഷൻ വെച്ചിട്ടാണ്. ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആയിരുന്നു 411 വന്നത്. അപ്പോൾ അതിൽ കംഫർട്ടിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു. പക്ഷെ അതിപ്പോൾ ഈ ഒരു എക്സ്പൾസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. റിയലും ടയർസും ഒക്കെ സെയിം തന്നെ, സെയിം ടയേഴ്സ്, അതിനും സെയിം സൈസ് തന്നെയാണ് ടയർ സൈസും വന്നേക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ വണ്ടികളുടെ കാര്യം പറയാൻ പോയാൽ. ടാങ്ക് രണ്ടും സെയിം 13 liters ആണ്. ഇതിൻ്റെ ടാങ്കും 13 liters തന്നെയാണ് ടാങ്ക് കപ്പാസിറ്റി. മീറ്റർ ഇതിന് ഒരു TFT ഡിസ്പ്ലേ ആണ്, കളർ TFT ഡിസ്പ്ലേ വിത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്. 3 ABS മോഡ്സ് ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ് ഈ വണ്ടി. ഇത് സിംഗിൾ ചാനൽ ABS ആണ്. ആൻഡ് ഇതിന് നമുക്ക് നോർമൽ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ടേൺ ബൈ ടേൺ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹീറോ കണക്ട് ആപ്പ്, പുതിയ വേരിയൻസിന് ഹീറോ കണക്ട് ആപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഞാൻ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, സ്പാർക്ക് പ്ലഗ്സ് മാറിയിട്ടുണ്ട്, ഫ്യൂൽ എക്സ് വെച്ചിട്ടുണ്ട്. അത്രയും ആണ് ഇതിൽ ചെയ്തേക്കണേ. ഇത് ADയുടെ ഫുഡ് പ്ലഗ്സ് ആണ് വെച്ചേക്കണത്. പിന്നെ ലോങ്ങർ നമ്മുടെ ഗിയർ ലിവേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓടിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം. എന്താണ് ഡിഫറൻസ്? ഞാൻ രണ്ട് വണ്ടിയും, ഈ വണ്ടി കുറേ ഓടി 12,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 70 to 100 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണും. ആദ്യം തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ തുടങ്ങാം. അപ്പോൾ വേഗം ഞാൻ ഇരുന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 210ൻ്റെ വെയിറ്റ് തന്നെ 170 kg ആണ് പ്രോ വേരിയൻറ്റ്. മറ്റേത് കുറച്ച് 1 കിലോ കുറവാണ്. സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 830 ആണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ. ഇതെനിക്ക് ഹാൻഡിൽ ബാർ റേസസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം ഞാൻ നമ്മുടെ 200 കാണിച്ചു തരാം. 200 നോർമൽ സസ്പെൻഷൻ, നോർമൽ സീറ്റാണിത്. അപ്പോൾ ഇതിൽ കയറിയിരിക്കുക. ഇതിൻ്റെ വെയിറ്റ് വളരെ ലൈറ്റ് ആയിട്ട് തോന്നും. ഇത് 159 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സീറ്റ് ഹൈറ്റ് 825 ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ആട്ടോ, അതാണ് വ്യത്യാസം. സെയിം 220 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 13 liters ആണ് രണ്ട് വണ്ടിയുടെ ടാങ്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 210 പോയി പൊളിച്ചിട്ട് വരാം. മുത്തേ, നീ തന്നെയാണ് പൊളി? അല്ല, അങ്ങനെയല്ല, ഇവനും പൊളിയാണ്. അപ്പോൾ പോവാം. ഞാനൊരു എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതിന് ഇവിടെയാണ് USB ചാർജറൊക്കെ വന്നേക്കണം കേട്ടോ. മറ്റേത് നമുക്ക് സീറ്റിൻ്റെ അടിയിലും പുതിയ എനിക്കൊന്ന് പുറത്ത് തന്നെ വന്നെന്ന് തോന്നണം. ഇത് മോഡ് മാറ്റാൻ ശരിക്കും ഇങ്ങനെയല്ല, ABS മോഡിൽ പോയിട്ട് ട്രെയിൽ മോഡിലിട്ടാൽ ഞാനിപ്പോൾ ഓഫ് റോഡിലിടല്ല.
ഇതിൻ്റെ മൈലേജ് കാണിക്കണതാണ്. ഇതിൻ്റെ ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത് 37 km/ലിറ്ററിലാട്ടോ കാണിക്കുന്നത്. ആവറേജ് ഫ്യൂല് 39 കാണിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം പൊളിച്ചിട്ടും എല്ലാം കഴിഞ്ഞിട്ടും. ഓക്കെ, റിയർ ABS ഓഫാണ്. സോ ലെറ്റ്സ് ഗോ. മോനെ പട്ടികളെ ക്ഷമിക്കണം. ഇതാണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോഫ്റ്റർ സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ. പവർ എനിക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് RPM കയറി കഴിഞ്ഞിട്ടാണ് പവർ കിട്ടണ പോലെ തോന്നുന്നത്. കുറച്ച് RPM കയറി കഴിയുമ്പോഴാണ് നമുക്ക് പവർ ഫീൽ ചെയ്യണം. എക്സോസ്റ്റ് നോട്ടൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. എക്സോസ്റ്റ് നോട്ടൊക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. നല്ല സൗണ്ട് ഉണ്ട് വണ്ടിക്ക് കേട്ടോ. ഒരു MW എന്ന് പറഞ്ഞൊരു എക്സോസ്റ്റ് ഉണ്ടായി. ആ എക്സോസ്റ്റ് വെച്ചൊരു ഫീലാണ്. ഓ, ചാടി ചാടി പോവാ. അയ്യോ, തലേ കൂടെ പോയി. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങോട്ടേക്കൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുണ്ടോ. റിയർ സസ്പെൻഷൻ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യണത്. ഫ്രണ്ട് സസ്പെൻഷൻ ആയാലും ട്രാവൽ പഴയ എക്സ്പ്രസിനെക്കാട്ടും കൂടുതലാണ്. 210ഉം 205ഉം പഴയത് 190ഉം 170 ആയിരുന്നു റിയർ. അപ്പോൾ അത് നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് പവർ കുറച്ചൊരു RPM കയറണം. ഓക്കെ, പവർ എനിക്ക് തോന്നുന്നു ഒരു 3000-4000 RPM കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യണേ. ഫസ്റ്റ് ഗിയറിൽ നല്ല പിക്കപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗിയറിലൊക്കെ നോക്കാൻ പോയാൽ ഫസ്റ്റ് ഗിയറിൽ കണ്ടോ അവർ. പക്ഷെ എന്നാലും ചെറിയൊരു RPM കയറുമ്പോഴാണ് നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യണത്. നല്ല പവർ ഉണ്ട് കേട്ടാ. മോനെ നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പൾസിൽ ആ പവർ കുറവങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മാറി കിട്ടിയിട്ടുണ്ട്. ആ പവർ കുറവാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ റോഡിൽ റോഡിൽ കയറി. അപ്പോൾ നമുക്കിനി മോഡ് മാറ്റിയേക്കാം. കുഴപ്പമൊന്നുമില്ല, വെളിച്ചം വരുന്നേ ഉള്ളൂ ഗൈസ്. ചെറിയ ഓഫ് റോഡ് സെഷൻ പോയതാണ് നമ്മൾ. സൗണ്ട് ശരിക്കങ്ങ് മാറും കേട്ടോ കൈ കൊടുക്കുമ്പോൾ. മഴയുടെ സൗണ്ട് നല്ല മാറ്റമുണ്ടേ. നല്ല മാറ്റമുണ്ട്. സൗണ്ട് കൈ കൊടുക്കുമ്പോൾ തോറും സൗണ്ട് ഇങ്ങനെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. പവർ ഡെലിവറി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കുറച്ചൊരു RPM കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യാൻ പോണത് കേട്ടോ. ഒരു 4000 RPM ഒക്കെ ആകുമ്പോഴാണ് 3rd 4th 5th ഗിയറിലൊക്കെ ആ പഞ്ച് ഫീൽ ചെയ്യാൻ പോണത്. ഇവിടെ കയറി വന്നേ ഉള്ളൂ. ഹൈ റവിങ് എഞ്ചിനാണ്. അപ്പോൾ പവറും അതേപോലെ കുറച്ച് RPM കയറുമ്പോഴാണ് നമുക്ക് ആ ഒരു പവർ ഡെലിവറി ഫീൽ ചെയ്യണത്. ബ്രേക്സ് ഒക്കെ ഇമ്പ്രൂവ് ആക്കായിരുന്നു, വേണമെങ്കിൽ മച്ച് ബെറ്റർ ബ്രേക്കിംഗ് ആക്കായിരുന്നു. പക്ഷേ ബ്രേക്സ് ആർ ഗുഡ്. ഇതിന് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട്. നല്ല ബ്രേക്ക് ഫീൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു 276mm ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ. ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ, കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളുണ്ട്. മൈലേജ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മര്യാദക്ക് ഓടിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 35-40+ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ 13 ലിറ്റേഴ്സിൽ നമുക്ക് 40 എന്ന് പറയുന്നത് തന്നെ 400+ ആയി റേഞ്ച്. അപ്പോൾ 13 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 500+ റേഞ്ച് എന്തായാലും കിട്ടും. അപ്പോൾ ടൂറിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും. ഇത് കുറച്ച് ഫ്രണ്ട് നമുക്ക് വെയിറ്റ് ചെറിയൊരു കൂടുതലായിട്ട് തോന്നും എക്സ്പൾസ് 200-നെക്കാട്ടും. പക്ഷേ ആ ഫ്രണ്ടിൻ്റെ ആ സെയിം ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി ആയിട്ടും ഇതിന് നല്ല ആ സൈസ് വ്യത്യാസം തോന്നുന്നുണ്ട്. ആ ടാങ്കിൻ്റെ ഷേപ്പ് പോയേക്കുന്ന രീതിയാണ് ആ ഒരു വണ്ടിക്ക് സൈസ് തോന്നിക്കണേ. ഹൈറ്റും കൂടുതലുണ്ട്. അതേപോലെ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഷേപ്പ് മാറിയപ്പോഴത്തേക്കും ആ ഒരു സൈസും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ രസമാണ്. കുറച്ചും കൂടെ ഹഗ് ചെയ്തിരിക്കാനും കുറച്ചും കൂടെ വലിയ വണ്ടിയുടെ ഒരു ഫീല് നമുക്കുണ്ട് ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുമ്പോൾ. അപ്പോൾ ലോങ് ടൂറൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. സീറ്റും നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെ നമുക്കിതിൽ കാണാം. ബാക്കി ഗിയർ ബോക്സ് എനിക്ക് കുറച്ച് ഒരു എന്താ പറയുക, ഒരു ക്ലങ്കി ഫീൽ ഉണ്ട് ചില സമയത്ത്. അതെനിക്ക് തോന്നുന്നു പുത്തൻ വണ്ടിയാണിത്. 124 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ആ ഒരു ഫീല് വണ്ടി ആയി വരുന്നേ ഉള്ളൂ. ഇത് ഡെമോ വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞ് ബസ് സർവീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വണ്ടി സ്മൂത്തർ ആവും. ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ 200-നെക്കാട്ടും ഇതിന് ഹീറ്റിംഗ് ഉണ്ട്. അത്ര ഹീറ്റിംഗ് എന്ന് ഞാൻ പറയില്ല, ചൂടുണ്ട്. ഓബിയസ്ലി 210cc മോർ പവർ. അതിൻ്റെ അർത്ഥം എന്തായാലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇത് ലിക്വിഡ് കൂൾഡാണ്. റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് ആണ്. അത്യാവശ്യം എഞ്ചിനെ അത്യാവശ്യം നല്ല കൂളാക്കി വെക്കാൻ
വണ്ടി തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെഡ് ലാമ്പ് ഞാൻ രാത്രി ഓടിച്ചായിരുന്നു. ഹെഡ് ലാമ്പ് പ്രൊജക്ടറാണ്, നമ്മുടെ ഡിപ്പ് പ്രൊജക്ടറാണെങ്കിൽ ഹൈ ബീം ഒരു സ്പോട്ട് ലൈറ്റ് പോലെ കേട്ടോ. വെട്ടം ഉണ്ടെന്ന് വെച്ചാൽ ഒരു സ്പോട്ടിലാണ് വെട്ടം. ആ വെട്ടം നല്ല വെട്ടമുണ്ട്, പക്ഷേ സ്പ്രെഡ് നമുക്ക് കിട്ടുന്നത് ലോ ബീം പ്രൊജക്ടറിലാണ് ആ ഒരു സ്പ്രെഡ് നമുക്ക് ഫീൽ ചെയ്യണത്. എൻ്റെ സെയിം ആ ഒരു എന്താ പറയുക, ആ 21 ഇഞ്ച് വീൽസ് തന്നെയാണ്. ആ ABS വന്നപ്പോൾ തന്നെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടോ. ഡുവൽ ചാനൽ ABSും ആ റിയർ സസ്പെൻഷൻ്റെ ആ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ സെറ്റപ്പ് ആക്കിയപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്കൊന്നും കൂടെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം ഗൈസ്. നല്ല ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ സസ്പെൻഷൻ, ഒന്നും പറയാനില്ല. സസ്പെൻഷൻ വൈസും കംഫർട്ട് വൈസും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടി. ആൻഡ് വൈബ്രേഷൻസ് നമുക്ക് നല്ല ഹൈ RPMൽ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിലും ആൻഡ് നമ്മുടെ ടാങ്കിൻ്റെ ചെറിയ സൈഡിലായിട്ടാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പോണത്. അതും വളരെ ലൈറ്റ് വൈബ്രേഷൻസ് ആണ്. അതും നല്ല ഹൈ RPM കയറുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാ ബംസും നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി എടുക്കണത്. 0 to 100 3 2 1 let's go. ഓക്കെ, അതാണ് 100 എത്താൻ എടുത്തത്. ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി ഓൺ ദിസ് 210. ഇനി നമുക്ക് നമ്മുടെ പഴയ 200 ഓടിക്കാം. 200-നെക്കാട്ടും വ്യത്യാസങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ അതെടുക്കണോ ഇതെടുക്കണോ എന്ന് ചോദിച്ചാൽ അതും കൂടെ ഓടിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. കാര്യം ഇരുന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് തോന്നണു. ഒന്നും അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സസ്പെൻഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു സാധനം നമ്മളറിയില്ല എന്താണ് നമുക്ക് എന്തെങ്കിലും പുതിയ കണ്ടത്. 6th ഗിയറിൽ ഞാൻ 40-30-ലേക്കാണ് പോണേ. അതും വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി എടുക്കുകയും ചെയ്യുന്നുണ്ട്. 6th ഗിയറിലാണ് ഞാൻ ഓഫർ. അപ്പോൾ ലോ ആൻഡ് പെർഫോമൻസും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെയും അടിപൊളി. അപ്പോൾ അതാണ് നമ്മുടെ എക്സ്പ്രസ് 210 ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്രസ് 200 കുട്ടനിൽ കയറിയിരിക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും. ചെറിയ വണ്ടിയായിട്ട് തോന്നും. സീറ്റായിട്ട് ഭയങ്കര ഫ്ലാറ്റ് ഫുട്ടാണ്. വെയിറ്റ് ഒട്ടും തോന്നില്ല. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എക്സ്ട്രാ മിറേഴ്സാണ്, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ അങ്ങനെ ഇടിയും. ഓക്കെ, സോ ആണ് ഫസ്റ്റ് മെയിൻ വ്യത്യാസം. എനിക്ക് കയറുമ്പോൾ തന്നെ ബാറ്ററി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, പാവം കുറേ നാളായില്ലേ. ആൻഡ് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഓബിയസ്ലി 210 ഈസ് മച്ച് ബെറ്റർ ഈ 200-നെ വെച്ച് നോക്കുവാണെങ്കിൽ. സോ ലെറ്റ്സ് ഗോ. ഇതിന് ക്വിക്ക് ത്രോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പോവാം. ബാക്ക് സ്ക്രാമ്പിളൊക്കെ. ഓക്കെ, സോ ഓഫ് റോഡ് വിത്ത് 200 കുറേ പോയിട്ടുണ്ടല്ലേ, എന്നാലും ചുമ്മാ ഒരു രസത്തിന് നമുക്കൊരു കമ്പാരിസൺ. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ മെയിനായിട്ട് തോന്നണം, അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്, കുറച്ചും കൂടെ ഡാമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കംഫർട്ട് കൂടുതലാണ്, ഇതിന് കംഫർട്ട് ഇല്ല എന്നല്ല. ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്, ട്രാവൽ ഉണ്ട്, നല്ല കംഫർട്ടബിളാണ്. പക്ഷേ അതിൽ ആ ഒരു കംഫർട്ട് ഭയങ്കര കൂടുതലാണ് നമ്മുടെ 200 വെച്ച് നോക്കുമ്പോൾ. കാര്യം ആ മെയിനായ റിയറിൽ വന്നേക്കുന്ന ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ്റെ ആ ഒരു ഇത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വ്യത്യാസം വന്നേക്കണം കേട്ടോ. പിന്നെ വണ്ടി കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഓഫ് റോഡ് അല്ലെങ്കിൽ ട്രെയിൽസൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് തോന്നുന്നുണ്ട് വണ്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ വ്യത്യാസം തോന്നിയത്. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ, പക്ഷേ ബാക്ക് എനിക്ക് സ്റ്റേബിളാണ് ആ വണ്ടിയുടെ നമ്മൾ കുറച്ച് പുഷ് ചെയ്താലും ബാക്ക് ഭയങ്കര സ്റ്റേബിളായിട്ട് തോന്നുന്നുണ്ട് ആ ട്രെയിൽസിലൊക്കെ പോകുമ്പോൾ. അതെനിക്ക് തോന്നണം മെയിനായിട്ട് ആ ഒരു സസ്പെൻഷൻ്റെ ആണ്. ആ ഒരു റിയർ സസ്പെൻഷനിൽ ആ സസ്പെൻഷൻ എന്ന് വെച്ചാൽ ഹൈ സ്പീഡൊക്കെ പോകുമ്പോഴത്തേക്കും, ട്രെയിൽസ് ഹൈ സ്പീഡൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് കുറച്ചും കൂടെ ഹാർഡാവും, സ്റ്റിഫാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റിഫാവുമ്പോഴത്തേക്കുമാണ് ആ ഒരു ടയർ എപ്പോഴും തറയിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇത് ശരിക്കും പ്ലേഫുൾ വണ്ടിയായി മാറിയിട്ടോ. ഇപ്പോൾ പോയേനെ ഞാൻ. ഇത് ഭയങ്കര പ്ലേഫുൾ വണ്ടിയാട്ടോ. മറ്റേത് കുറച്ചൊരു ഫ്രണ്ട് എൻഡ് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. പക്ഷേ ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ലൈറ്റ് വെയ്റ്റ്, കുറച്ചും കൂടെ ഫൺ ആയിട്ടുള്ളൊരു വണ്ടി എക്സ്പൾസ് 200 തന്നെ എനിക്ക് തോന്നിയേക്കണേ. അതും ഫണ്ണൊക്കെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് ഫ്രണ്ടൊക്കെ ഇത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായാലും നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. ഇതും പവർ ഡെലിവറി നോക്കാൻ പോയാൽ സെയിം തന്നെയാണ്. നമുക്ക് ആ ഒരു ചെറിയ രീതിയിൽ ഒരു RPM കയറണം,
എന്നാലാണ് നമുക്ക് ഇതിന് ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് യെസ്, മറ്റേതിന് കുറച്ചും കൂടെ ലോ എൻഡ് പെർഫോമൻസ് കുറച്ചും കൂടെ അടിപൊളിയാണ്. നമ്മൾ 200 വെച്ച് നോക്കുവാണെങ്കിൽ ലോ എൻഡ് പെർഫോമൻസിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു കയറ്റം അതൊന്നും വിഷയമൊന്നുമില്ല, അതൊക്കെ 200 അടിപൊളിയായിട്ട് കയറും. പക്ഷേ അത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് തോന്നും കേട്ടോ നമുക്ക്. അങ്ങനെ റോഡിലേക്ക് കയറി മാറ്റാൻ ABS മോഡൊന്നുമില്ല, ഓൾവേസ് ABS ഓഫ്, റിയർ ABS ഓഫ്. അതാണ് അത് എനിക്ക് ഭയങ്കര ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഡുവൽ ചാനൽ ABS. അത് അവർ 210 കൊണ്ടുവന്നു. ആൻഡ് അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇതും പവറൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഫ്യൂൽ എക്സും പവർ ഫിൽറ്ററൊക്കെ ചെയ്തുകൊണ്ട് കണ്ടാ പവറിന് കുറവൊന്നുമില്ല. 200 ചെറിയൊരു പണിയൊക്കെ പണിതാൽ നമുക്ക് നല്ല പവറൊക്കെ കിട്ടും. പക്ഷേ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അപ്പോഴും 210 ഈസ് ഓൾവേസ് അഹെഡ്. റിഫൈൻഡാണ്, നല്ല റിഫൈൻഡാണ് 200-നെക്കാട്ടും. ഇതിൻ്റെ വൈബ്രേഷൻസിൻ്റെ അളവും അതിൻ്റെ വൈബ്രേഷൻ്റെ അളവൊക്കെ വെച്ച് നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ആൻഡ് ഇത് സോ അതാണ് ഇതിൻ്റെ ടൂറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 80 ഈസ് ദ ബെസ്റ്റ് സ്പീഡ്. 80ക്ക് മുകളിൽ പോയാൽ വണ്ടി നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നും. അതായത് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്പീഡാണ് ഞാൻ 80യും മറ്റേ വണ്ടിക്ക് ഞാൻ 90-100 ഒക്കെ പറഞ്ഞു കേട്ടോ. അല്ലാണ്ട് പുഷ് ചെയ്യാം, നമുക്കത് 130+ ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ആ വണ്ടിയും കയറും. ഇത് എനിക്ക് തോന്നുന്നു 110, 120, 126, 130 ഒക്കെ ഈ വണ്ടി കയറും. പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് സ്പീഡ്, ഇതിൻ്റെ സ്പീഡ് 80 ആണ്. സ്ട്രെസ് ഇല്ലാത്തൊരു സ്പീഡ് 80, 70, 80 ആണെങ്കിൽ 210-ൻ്റെ നമുക്ക് സ്പീഡ് നമുക്ക് കിട്ടാൻ പോണത് 90-100 ആണ്. ഇത് ഹീറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. വണ്ടി ഭയങ്കര ചില്ലാണ്, കൂളാണ്. മെയിൻ്റെനൻസ് ആയാലും ഭയങ്കര, ഇപ്പോൾ ഫുള്ളി സിന്തറ്റിക് ആക്കിയിട്ടുണ്ട് ഓയിൽസ് ഒക്കെ ഇതിൻ്റെ. അപ്പോൾ ഇപ്പോൾ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ 2000 രൂപയ്ക്ക് ആവുന്നുണ്ട്. അതിൻ്റെയും സെയിം പ്രൈസ് തന്നെ ആയിരിക്കും, 2000 രൂപയ്ക്ക് ആയിരിക്കും അതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എനിക്ക് തോന്നുന്നു 1.8, 1.9 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതിന് റാലി വേർഷൻ ഉണ്ട്, കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള വേർഷൻ. റാലി സസ്പെൻഷൻ, ഫുള്ളി അഡ്ജസ്റ്റബിൾ റാലി സസ്പെൻഷനൊക്കെ ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്യൂൽ എക്സ് വെച്ചുകൊണ്ട് ഇതിൻ്റെയും ലോ എൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബോട്ടം എൻഡ് ടോർക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു കുറവായിട്ടൊന്നും തോന്നില്ല. നമുക്ക് 5th ഗിയറിലായാലും നമുക്ക് ഈസി ആയിട്ട് പോകാം. വണ്ടി അങ്ങനെ ഓഫായി പോയ പമ്മണ ആ ഒരു സീനൊന്നും നമുക്ക് ഈ ഒരു എക്സ്പൾസ് 200-ൽ ഫീൽ ചെയ്യില്ല. ടാങ്ക് കപ്പാസിറ്റിയൊക്കെ സെയിം തന്നെയുണ്ട്. പക്ഷേ ഓവറോൾ നോക്കാൻ പോയാൽ ദിസ് ഈസ് എന്താ പറയുക, ഒരു ഫൺ ടു റൈഡ് മെഷീൻ എന്ന് ഞാൻ പറയുള്ളൂ. ആ പവർ കുറവിൻ്റെ ഫീൽ ഉണ്ട്, അത് ടൂറിങ്ങിന് മാത്രമാണ്. പക്ഷെ അല്ലാണ്ട് നിങ്ങൾ ഒരു ഓഫ് റോഡ് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക കൂടുതൽ ട്രെയിൽസ്, സിറ്റി റൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ 200 റെക്കമെൻഡ് ചെയ്യും. 200 അപ്പോഴും അടിപൊളിയാണ്, അപ്പോഴും അത് ബെറ്റർ തന്നെയാണ്. 210 റെക്കമെൻഡ് ചെയ്യില്ല എന്നല്ല, 210 ഈസ് ഗുഡ്, എല്ലാ കാര്യത്തിലും നല്ല അടിപൊളിയാണ്. പക്ഷേ കമ്പയർ ടു 200 ഒരു ഫൺ ടു റൈഡ് വണ്ടി നോക്കുവാണെങ്കിൽ എനിക്ക് 200 ഈ കാര്യം എടുത്തെറിയാനും കളിക്കാനൊക്കെ നല്ല രസം 200 തന്നെയാണ്. 210 കുറച്ചും കൂടെ അവർ ഇപ്രാവശ്യം ഒരു എന്താ പറയണ്ടേ, ആ ഒരു ടൂറിങ് സ്പെക്ക് വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 210 ഈസ് കൈൻഡ് ഓഫ് ആൻ ഓൾറൗണ്ടർ എന്ന് പറയാം നമുക്ക്. കാര്യം അത് എല്ലാം ചെയ്യാം നമുക്ക്. ഓഫ് റോഡ് പോകാം, ട്രെയിൽസ് പോകാം, 2 ഡുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ 2 മോസ്റ്റ് അഫോർഡബിൾ വാല്യൂ ഫോർ മണി അഡ്വഞ്ചർ ബൈക്സ് ഇൻ ഇന്ത്യ. 210 ആൻഡ് 200. ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു പെർഫോമൻസ് തന്നെ വണ്ടികൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു 200 ഓണർ ആണെങ്കിൽ നിങ്ങൾ 210-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ടൂറിങ് പേർപ്പസാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് പെർഫോമൻസ് വേണം, കംഫർട്ട് വൈസ് വേറെ ലെവലും റിഫൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 210-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ എന്നോട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യില്ല. ബിക്കോസ് ഞാൻ എൻ്റെ 200 അത്യാവശ്യം ഹാപ്പിയാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളാണ്, കുറച്ചും കൂടെ നമുക്ക് ഈസി ടു ഹാൻഡിലാണ് നമുക്ക് ഈ ഒരു 200 നോക്കാൻ പോയാൽ. ആൻഡ് അതുകൂടാണ് ഞാൻ ഇതിൽ കുറച്ച് പെർഫോമൻസ് വൈസ് ഫ്യൂൽ എക്സും പവർ ഫിൽറ്ററും പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഒക്കെ മാറ്റിയുണ്ട് ഒരു 20,000 റുപ്പീസ് മുടക്കിയപ്പോഴത്തേക്കും എനിക്കിത് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷൻ വൈസ് ഒരു രക്ഷയില്ല, കംഫർട്ട് വൈസ് 210 തന്നെയാണ് എന്നും മുന്നിൽ. കാര്യം ഇതിൻ്റെ റിഫൈൻമെൻറ്റും ആ ഒരു പുതിയ എഞ്ചിൻ, ലിക്വിഡ് കൂൾഡ് എഞ്ചിനൊക്കെയാണ് ഇതിന് വന്നേക്കണേ. അപ്പോൾ റിഫൈൻമെൻറ്റൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ 200 വെച്ച് നോക്കിയാൽ. അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. പിന്നെ പ്രൈസിങ് വെച്ച് നോക്കിയാൽ ഏകദേശം 40,000 റുപ്പീസാണ് ഈ 200-നെക്കാട്ടും ഈ 210 വ്യത്യാസം. അപ്പോൾ നിങ്ങൾ പുതിയൊരു അഡ്വഞ്ചർ ബൈക്ക് എടുക്കുവാണെങ്കിൽ ഞാൻ ഓബ്വിയസ്ലി റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറയാം ഹയർ CC വണ്ടികൾക്ക് 200-ൽ നിന്ന് ഹയർ CC വണ്ടികളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർ, അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യും ഈ 200-ൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഹീറോയുടെ വണ്ടികളാണ്, പാർട്സിൻ്റെ റേറ്റൊക്കെ വളരെ കുറവാണ്. ഞാൻ 200 ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ പാർട്സിനായാലും ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് 200-ൻ്റെ. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ 210-നും വരാൻ പോണേ.
സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. 200 ആണോ 210 ആണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കാം. അടുത്ത വീഡിയോയും ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് മറ്റാരും നിങ്ങൾ